ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുമളിയിലുള്ള എലിഫൻറ്റ് ജംഗ്ഷൻ തട്ടേക്കാട് അട്ടപ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എലിഫൻറ്റ് ജംഗ്ഷൻ ഇരിക്കുന്നത്. ആനസവാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. രാജു കല്ലറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അട്ടപ്പളം അല്ലെങ്കിൽ മുരിക്കടി, അങ്ങനെ രണ്ട് പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആനസവാരിക്ക് വരുമ്പോൾ ഓൺലൈനിൽ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അഥവാ ഇവിടെ വന്ന് എടുക്കാനാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ ഏകദേശം ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. 6 മണി വരെയാണ് സവാരി ഉള്ളത്. 3 പിടിയാനകളാണുള്ളത്. പിടിയാനയാണ് കൂടുതലും മനുഷ്യരുമായിട്ട് കൂടുതൽ അറ്റാക്കൊക്കെ ചെയ്യാണ്ട് കൂടുതൽ സഹകരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് പിടിയാനകളെ, കൊമ്പനാനയ്ക്ക് കുറച്ചും കൂടി നമ്മൾ അനുസരിപ്പിക്കാനൊക്കെ ഇച്ചിരി പാടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിടിയാനയാണ്. വയലൻ്റ് തീർന്നില്ലേ, അപ്പം അതുകൊണ്ട് പിടിയാനയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. 3 പേരും. അതിൽ ഞങ്ങൾ അംബികയുടെയും ലക്ഷ്മിയുടെയും കൂടെയാണ് ഞങ്ങൾ സവാരി ചെയ്തത്. ഇത് ഞാൻ 2 പ്രാവശ്യം പോയ 2 വീഡിയോസ് ഉണ്ട്. ആദ്യം ഞാൻ പോയത് എൻ്റെ ഹസ്ബൻഡ് വെക്കേഷന് വന്ന സമയത്താണ് ആദ്യം പോയത്. ആ സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത് ഞങ്ങൾ ഈ വഴിക്ക് എന്നെ പാസ് ചെയ്തപ്പോൾ വീണ്ടും ഇറങ്ങി ഒന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ആന സവാരി ചെയ്തില്ല, കാരണം സമയം കഴിഞ്ഞു പോയായിരുന്നു. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങളെല്ലാവരും ആന സവാരി ചെയ്തു. അപ്പം രണ്ട് പ്രാവശ്യത്തെ വീഡിയോസാണ് ഞാൻ ഒന്നിച്ചാണ് ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. ആന സവാരി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഏകദേശം ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒത്തിരി താമസം വരത്തില്ല. നമുക്ക് വേഗം തന്നെ സവാരിക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് ബുക്കൊക്കെ ചെയ്തിട്ട് വേണം ആന സവാരി നടത്താൻ. നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാളും കൂടുതൽ എലിഫൻറ്റിനോടും പൊതുവെ ആനിമൽസിനോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കല്ലേ. അവരാണെന്ന് തോന്നുന്നു കൂടുതലും ഇവിടെ എൻജോയ്മെൻറ്റിന് വരുന്നത്. അങ്ങനെയുള്ള പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം ആനകളെ കൂടെ കുളിക്കാനും ആനകളെ കുളിപ്പിക്കാനും എല്ലാം അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലും പുറത്തുനിന്നുള്ള ഇംഗ്ലീഷുകാർ, സായിപ്പ് മാതാമ്മമാർ അവരൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇവിടുത്തെ പൂള് അവർക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എലിഫൻറ്റിനെ കുളിപ്പിക്കും, എടുക്കും, എല്ലാം ചെയ്യാം. അവർ കേരള ടൂറിസം ബുക്ക് ചെയ്ത് വരുന്ന കൂടുതൽ ആളുകളും ഈ പൂളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അവർക്ക് മെയിനായിട്ടുള്ളതായിരിക്കുമല്ലോ ബോട്ടിങ്, അതുപോലെ തന്നെ എലിഫൻറ്റ് സവാരി, അതൊക്കെ മെയിനായിരിക്കും നമ്മുടെ കേരളത്തിൽ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കുള്ള. അപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാക്കേജ്, ആ പാക്കേജ് പെടുന്നതായിരിക്കും ഇതെല്ലാം. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്കും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ഇച്ചിരി ഉള്ളിലേക്കുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഇവിടെ ഫുഡൊക്കെ ടൂറിസ്റ്റിനെ കൊണ്ടുവരുന്ന ഡ്രൈവർമാർക്ക് അറിയായിരിക്കും ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതയൊക്കെ. അപ്പോൾ കുമളിൻ്റെ മെയിൻ റൂട്ടിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്കാണ് ഈ മേഖല. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു കോഫി ഹൗസ് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് സ്നാക്സും എല്ലാം അവൈലബിൾ ആണ്. മെയിൻ ഫുഡ്, അതായത് ലഞ്ച്, ഡിന്നർ, അതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമായിരിക്കും ബെറ്റർ. കോഫി, സ്നാക്സ് അതൊക്കെയാണ് മാത്രമേ ഇവിടെ ഉള്ളൂ.
ഞാനിപ്പോൾ എന്നെപ്പോലെയുള്ള, അതായത് അമ്മായിയുടെ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കൊച്ചച്ഛൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ആ വഴിക്കുള്ള ടൂറിസ്റ്റ് മേഖലയിൽ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞതാണേ. ഞാൻ അങ്ങനെ അപ്പച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കയറിയ ഇതാണ് ഇവിടെ. ഇതാണ് ബുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള ഫ്രണ്ട് ഓഫീസ്. അതല്ലേ ബാക്കി കാണുന്നതാണ് ചെറിയൊരു കോഫി ഹൗസ്. ഇവിടെ തന്നെ വാഷ്റൂമും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇതാണ് ഒരു താമരക്കുളമാണ്. അതിന് ചുറ്റും നമ്മുടെ ഏലകൃഷിയാണ്. ഇവിടെയാണ് എലിഫൻറ്റ് സവാരിക്ക് വരുന്ന എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, ആനപ്പുറത്ത് കയറാൻ വേണ്ടി. ആ സമയത്ത് നമ്മുടെ സമയമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കഴിയണ്ടേ, അതിനു വേണ്ടി ഇവിടെ ഒരു ചേച്ചി വരുന്നുണ്ട്. ഡ്രോയിങ് വരച്ചു കൊടുക്കും. നമ്മുടെ ഡ്രോയിങ് 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫുൾ ഫേസ് ചേച്ചി വരയ്ക്കും. അപ്പം അങ്ങനെ ആ ചേച്ചിക്ക് 400 രൂപയാണ് ഒരു ഡ്രോയിങ് വരയ്ക്കുന്നതിന്. ചേച്ചി നമുക്ക് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരും. ആ ചേച്ചിയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഇഷാൻ്റെയും ഡ്രോയിങ് വരച്ചായിരുന്നു. അത് ഞാനിവിടെ ഇട്ടാവേ. അതുപോലെ തന്നെ ആ ചേച്ചിയുടെ കഴിവ് കൊണ്ട് ആ ചേച്ചി കഴിവ് ഉപയോഗിച്ച് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരുപാട് പേര് ഞങ്ങളിവിടെ വന്നപ്പോൾ ഡ്രോയിങ് ചെയ്തുകൊണ്ട് പേരുടെ പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി. ചേച്ചിയുടെ ഹസ്ബൻഡിനും ഇത് തന്നെയാണ് ജോലി എന്നാണ് ചേച്ചി പറഞ്ഞത്. ആനപ്പുറത്ത് കയറണമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാനാണ്. പക്ഷേ ഇഷാരയുടെയൊക്കെ ആവേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ആനപ്പുറത്ത് കയറി. ഇഷാരയും അവിടെയുള്ള 3 ആനയുടെയും പുറത്ത് കയറി. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷാരിയാണെങ്കിൽ ആനമാമ നമ്മുടെ കൂടെ അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ കൂടെയും കയറി പോകാൻ വേണ്ടി നോക്കുമായിരുന്നു. ഇഷാരയൊക്കെ അത്രയും ഇഷ്ടമായിരുന്നു. കുഞ്ഞു പിള്ളേർക്കൊക്കെ എലിഫൻറ്റിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാനോർത്തു ഇഷാന് പൊതുവെ എല്ലാത്തിനോടും ഒരു പേടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇഷാൻ ചിലപ്പോൾ കയറില്ലായിരിക്കും എന്ന് ഓർത്തെ. പക്ഷേ ഇഷാര കയറുന്നത് കണ്ടോടുകൂടി ഇഷാനും ഭയങ്കര ആവേശമായി. എനിക്ക് പക്ഷേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വീണ് പോകുമോ, എൻ്റെ കയ്യിൽ നിന്ന് പിള്ളേർക്ക് നിലത്ത് പോകുമെന്നൊക്കെ. പക്ഷെ ഒരു കുഴപ്പമൊന്നും വന്നില്ല. മൂന്നാറിലേക്കും തമിഴ്നാട്ടിലേക്കൊക്കെ കുമിളി വഴി പോകുന്ന എല്ലാ സഞ്ചാരികൾക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ആനസവാരിയാണിത്. അപ്പോൾ ഓൺലൈൻ ഉണ്ട്, ബുക്കിംഗ് ഉണ്ട്. ഓൺലൈൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അധികം നമ്മുടെ സമയം നഷ്ടപ്പെടുത്താണ്ടിരിക്കാം. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്കൊരു 1 മണിക്കൂറിനുള്ളിലാണെങ്കിലും സവാരി ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആവത്തുമില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ച് തിരക്കും, ആളുകളെല്ലാം ഓൾറെഡി ആനപ്പുറത്താണെങ്കിൽ അവരൊക്കെ വന്ന് അടുത്ത ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് സമയവും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ആ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സവാരി നടത്തി എത്രയും പെട്ടെന്ന് പോകാവുന്നതാണ്. കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയയാണ്. അധികം ഹോട്ടൽസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകൾ അതൊക്കെ അനുസരിച്ച് വേണം വരാനും. പിന്നെ നമ്മൾ വരുന്ന ഡ്രൈവർമാർക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ അറിയായിരിക്കും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും നല്ല സഹകരണമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും, എടുക്കുകയൊക്കെ ചെയ്യും.
ഇവിടെ ഒന്ന് പോകണമെന്ന് താല്പര്യമുള്ള എലിഫൻ്റ് സവാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ലിങ്ക് ഇട്ടേക്കാം. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകുമായിരിക്കും കൂടുതൽ ബെറ്റർ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.